ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 16, വിശുദ്ധ ഹെറിബറ്റിൻ്റെ തിരുനാൾ. വേംസിലെ ഹ്യൂഗോ പ്രഭുവിൻ്റെ മകനായ ഹെറിബറ്റ് 994 24-ാമത്തെ വയസ്സിൽ വൈദികനായി. തുടർന്ന് ഓട്ടോ തൃതീയന്റെ ചാൻസലർ എന്ന നിലയിൽ ഹെറിബറ്റ് സമർത്ഥനായിരുന്നു. 999 കൊളോൺ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. ആശ്രമങ്ങളും ദൈവാലയങ്ങളും സ്ഥാപിച്ച് ഔദാര്യശീലനായ ഹെറിബറ്റിനെ പുണ്യവാനെ പോലെയാണ് ജനങ്ങൾ കരുതിയിരുന്നത്. ചക്രവർത്തി ഹെൻറി ദ്വിതീയൻ ആർച്ച് ബിഷപ്പിനെ കുറേനാൾ തടവിൽ പാർപ്പിച്ചു. പിന്നീട് ചക്രവർത്തി തെറ്റു മനസ്സിലാക്കി ഹെറിബറ്റിനോട് മാപ്പ് ചോദിച്ചെങ്കിലും കാര്യമായ സ്നേഹമൊന്നും പ്രകടിപ്പിച്ചില്ല. ആർച്ച് ബിഷപ്പാകട്ടെ തൻ്റെ കഴിവ് പോലെ ചക്രവർത്തിയെ സഹായിച്ചും ശുശ്രൂഷിച്ചും പോന്നു. ലക്സംബർഗ് രാജ കുടുംബവുമായിട്ടുണ്ടായിരുന്ന ഹെൻറി ദ്വിതീയന്റെ വഴക്കു തീർക്കാൻ ആർച്ച് ബിഷപ്പ് തൻ്റെ സ്വാധീനം മുഴുവനും ഉപയോഗിച്ചു. എങ്കിലും ആർച്ച് ബിഷപ്പ് മരിച്ച ശേഷം മാത്രമേ ഹെൻറി ദ്വിതീയൻ പൂർണ്ണമായി ലക്സംബർഗ് രാജകുടുംബവുമായി രമ്യതപ്പെട്ടുള്ളൂ. ഹെറിബറ്റിനെ സംസ്കരിച്ചിരിക്കുന്ന ഡെയ്റ്റ്സ് ആശ്രമവും അദ്ദേഹം പണികഴിപ്പിച്ചതായിരുന്നു. വിശുദ്ധ ഹെറിബറ്റെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.